ജനപ്രതിനിധികൾ വോട്ടിനോ പ്രസംഗത്തിനോ കോഴ വാങ്ങുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് സുപ്രീംകോടതി ഉത്തരവ്. സാമാജികർക്ക് പ്രത്യേക പരിരക്ഷയില്ലെന്നും കോടതി വ്യക്തമാക്കി. വോട്ടിന് കോഴയിൽ ജനപ്രതിനിധികളെ വിചാരണയിൽ നിന്നും ഒഴിവാക്കിയ 1998 വിധി 7-അംഗ ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കി. എംപിമാർക്കും എംഎൽഎമാർക്കും ലഭിക്കുന്ന പാർലമെന്ററി പരിരക്ഷ കൈക്കൂലി വാങ്ങുന്നതിനുള്ള സംരക്ഷണമല്ല എന്ന് കോടതി നിരീക്ഷിച്ചു. സാമാജികർ കൈക്കൂലി വാങ്ങി വോട്ട് ചെയ്യുന്നതോ പ്രസംഗിക്കുന്നതോ ജനാധിപത്യത്തെ നശിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് സുപ്രീം കോടതി. ഇത്തരത്തിൽ ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത പ്രത്യേക നടപടികൾക്ക് പ്രത്യേക പരിരക്ഷ അംഗീകരിക്കാനാകില്ലെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് കൂട്ടിച്ചേർത്തു. 1998 JMM കോഴക്കേസിലെ ഈ വിധിയാണ് സുപ്രീം കോടതിയിലെ 7-അംഗ ഭരണഘടനാ ബെഞ്ച് പുനഃപരിശോധിച്ചത്. നിയമസഭയിലോ ലോക്സഭയിലോ പണം വാങ്ങി വോട്ട് ചെയ്താൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 105(2) ആർട്ടിക്കിൾ 194 പ്രകാരം പരിരക്ഷയുണ്ടെന്നായിരുന്നു സുപ്രീം കോടതിയുടെ അന്നത്തെ വിധി. നിയമസഭയിലോ ലോക്സഭയിലോ കോഴ വാങ്ങി വോട്ട് ചെയ്യുന്ന MLA-മാർക്കും MP-മാർക്കും ക്രിമിനൽ കേസുകളിൽ നിയമപരിരക്ഷയുണ്ടെന്ന വിധിയാണ് ഇപ്പോൾ റദ്ദാക്കിയത്. വോട്ടിനോ പ്രസംഗത്തിനോ കോഴ വാങ്ങുമ്പോൾ സഭയിലെ പ്രത്യേക അവകാശത്തിന് അർഹതയില്ലെന്നും തെറ്റുകാരെ നിയമത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചിരുന്നു. 2012 രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോഴ വാങ്ങി വോട്ട് ചെയ്ത കേസിൽ 98 വിധിപ്രകാരം തന്നെ കുറ്റവിമുക്തയാക്കണമെന്നാവശ്യപ്പെട്ട് JMM നേതാവ് ഷിബു സോറന്റെ മരുമകൾ സീത സോറൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഈ ആവശ്യമാണ് 25 വർഷം മുൻപത്തെ വിധി പുനഃപരിശോധിക്കാൻ സുപ്രീം കോടതിയെ പ്രേരിപ്പിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.